കേരളത്തിലെ സുപ്രസിദ്ധമായ സർപ്പ ആരാധനാ കേന്ദ്രമാണ് പാമ്പുമേക്കാട്ടുമന. കേരളത്തിൽ തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ വടമ്മ വില്ലേജിലാണ് പാമ്പുമേക്കാട്ട് ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യങ്ങൾ നിറഞ്ഞ പാമ്പുമേക്കാട് ഒരു കാലത്ത് മേക്കാട് മാത്രമായിരുന്നു. മേക്കാട്ടുമനയിൽ സർപ്പ ആരാധന ആരംഭിച്ചതോടെയാണ് പാമ്പുമേക്കാട് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഇവിടത്തെ സർപ്പ ആരാധനയുടെ തുടക്കത്തെപ്പറ്റി വ്യക്തമായ ചരിത്ര രേഖകളൊന്നുമില്ല. പാമ്പിനെ ദൈവമായി കണക്കാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സർപ്പ ആരാധന അഥവാ നാഗ ആരാധന. പ്രാചീന കാലം മുതൽ ലോകത്ത് പലയിടങ്ങളിലും ഈ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇതിൽ പുരാവൃത്തപരമോ മതപരമോ ആയ ദേവതാ പ്രതീകമായിട്ടാണ് നാഗത്തെ കൽപ്പിച്ചിട്ടുള്ളത്. തനിക്ക് കീഴടങ്ങുകയും നിയന്ത്രിക്കുകയും ചെയ്യാനാവാത്ത പ്രകൃതി ശക്തികളെയും ജീവജാലങ്ങളെയും മനുഷ്യൻ ആരാധിക്കുകയും പ്രീതിപ്പെടുത്തുവാനോ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കണം സർപ്പാരാധനയുടെ തുടക്കമെന്ന് കണക്കാക്കപ്പെടുന്നു. മന്ത്രതന്ത്ര പ്രാവീണ്യരായിരുന്നുവെങ്കിലും ദുസ്സഹമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു മേക്കാട്ടുമനക്കാരുടെ വിധി. അക്കാലത്തൊരിക്കൽ ദാരിദ്ര്യ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാകണമെന്ന പ്രാർത്ഥനയുമായി മനക്കിലെ മൂത്ത നമ്പൂതിരി ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഭജനമിരിക്കാൻ ആരംഭിച്ചു. ഒരു രാത്രി വാസുകി എന്ന സർപ്പരാജൻ കയ്യിൽ മാണിക്യക്കല്ലുമായി പ്രത്യക്ഷപ്പെടുകയും വരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. സർപ്പരാജന്റെ സാന്നിധ്യം തൻ്റെ ഭവനത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നും തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിന് അറുതി വരുത്തണമെന്നും വരം അരുളാൻ ആവശ്യപ്പെട്ടെന്നും വാസുകി നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം. മനക്കിലെത്തിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ പിണഞ്ഞു നിന്ന നാഗത്താനെയാണ് മേക്കാട്ടുമനയിലെ പരദേവതയായി കിഴക്കിനിയിൽ പ്രതിഷ്ഠിച്ചത്. നാഗയക്ഷിയുടെയും വാസുകിയുടെയും കൽപ്പനകൾ അനുസരിച്ച് മേക്കാട്ടുമനയിലെ ആളുകൾ ജീവിക്കാൻ ആരംഭിച്ചു എന്നാണ് ഐതിഹ്യം. ഈ കഥയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ പാമ്പുമേക്കാട്ടുമനയിലെ നമ്പൂതിരിമാരുടെ സർപ്പാരാധന പ്രാധാന്യത്തിന് തെളിവായി കാണിക്കുന്നത്. മനയിലെത്തുന്ന നാഗങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും മനപ്പറമ്പ് കിളയ്ക്കുകയോ ഉഴുതുമറിക്കുകയോ ചെയ്യരുതെന്നും പറമ്പിന്റെ ഒത്ത നടുവിലുള്ള എട്ടുകെട്ടിലെ അടുക്കളയിലല്ലാതെ മറ്റൊരു ദിക്കിലും തീ കത്തിക്കരുതെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. പാമ്പുമേക്കാട്ടുമനയിലെ അംഗങ്ങൾ നാഗങ്ങളെ പാരമ്പര്യങ്ങൾ എന്നാണ് വിളിക്കുക. മനയിൽ ഒരു ജനനമുണ്ടായാൽ ശിശുവിനെ സ്വീകരിക്കാൻ പാരമ്പര്യങ്ങൾ എത്തുമത്രേ. മരണം സംഭവിച്ചാൽ ഒരു പാരമ്പര്യം മരിക്കും എന്നാണ് വിശ്വാസം. പറമ്പിലെങ്ങും തീ കത്തിക്കാൻ അനുവാദമില്ലാത്തതിനാൽ തെക്കേ കാവ് എന്നറിയപ്പെടുന്ന തെക്കേ പറമ്പിലാണ് പാരമ്പര്യത്തിനും നമ്പൂതിരിക്കും ചിതയൊരുക്കുന്നത്. മനയിലെ അംഗങ്ങളും നാഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ പ്രകടമാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വരെ പാമ്പുമേക്കാട്ടുമനയിൽ എണ്ണയിൽ നോക്കൽ എന്ന ചടങ്ങ് നടത്തി വന്നിരുന്നു. മനയിലേക്ക് വേളി കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾക്കാണ് കുടുംബത്തിലെ സ്ഥാനം. അങ്ങനെയുള്ള സ്ത്രീയായിരിക്കും ഈ ചടങ്ങ് നടത്തുന്നത്. ഒരു പാത്രത്തിൽ കെടാവിളക്കിലെ എണ്ണയെടുത്ത് അതിൽ നോക്കിക്കൊണ്ട് സർപ്പദോഷങ്ങളെക്കുറിച്ച് പ്രവചിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇതിന് പ്രത്യേക പരിശീലനം അത്യാവശ്യമാണ്. അതുകൊണ്ടായിരിക്കാം ഇത് കൈവശമാക്കാൻ ആരും ശ്രമിക്കാത്തത്. മാത്രമല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ജ്യോത്സ്യന്മാർക്ക് കഴിയുന്നതിനാൽ ഈ മനക്കിലേക്ക് സർപ്പദോഷം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയല്ല, ദോഷപരിഹാരത്തിന് വേണ്ടിയാണ് ആളുകൾ എത്തേണ്ടത് എന്ന മനക്കാർക്ക് തോന്നുകയുമുണ്ടായി. അങ്ങനെ എണ്ണയിൽ നോക്കൽ എന്ന അപൂർവ ചടങ്ങ് മേക്കാട്ടുമനക്കാർക്ക് അന്യമായി എന്ന് പറയാം. അതുപോലെ തെക്കേ കാവിൽ വളരുന്ന ഒരു ചെടിയുടെ ഇലകൾ പറിച്ച് മനയുടെ തെക്കിനിയിൽ വെച്ച് കാച്ചിയെടുക്കുന്ന ഒരു പ്രത്യേകതരം എണ്ണ കുഷ്ഠരോഗത്തിന് വിശിഷ്ടമായ ഔഷധമായിരുന്നത്രേ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രോഗചികിത്സ നിന്നുപോയിരിക്കുന്നു. മനക്കിലെ ഇന്നത്തെ ഒരു വ്യക്തിക്കും ഈ സസ്യത്തെക്കുറിച്ചോ അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചോ കാര്യമായ ഒന്നും തന്നെ അറിയില്ല. ഇങ്ങനെ നിന്നുപോയ ആചാര അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്
നാഗബലി. ഇത്ര വിശിഷ്ടവും പ്രയാസമേറിയതുമായ ചടങ്ങ് തുടർന്നു കൊണ്ടുപോകാനുള്ള ശക്തിയും ബലവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇതും തലമുറകൾക്ക് മുമ്പേ ഇല്ലാതായത്. ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയാണ് മനയിലെ കാരണവർ. പ്രായപൂർത്തിയായവർക്ക് ഭരണാവകാശം ലഭിക്കും. ട്രസ്റ്റ് രൂപവൽക്കരിച്ച് ഓരോ ട്രസ്റ്റിക്കും 1 വർഷം വീതം ഭരണം നൽകുകയാണ് നടന്നുവരുന്നത്. മന്ത്രതന്ത്രങ്ങളെ തലമുറകളിലേക്ക് പകരുന്നത് വാമൊഴിയായാണ്. മേടമാസത്തിൽ ചൊവ്വ, വെള്ളി, ഞായർ എന്നീ കൊടിയാഴ്ചയിലൊന്നിൽ മുടിയേറ്റ് നടത്തുന്നു. മേടമാസത്തിൽ കളമെഴുത്തും പാട്ടും ഒരു പ്രധാന ചടങ്ങാണ്. കേരളത്തിൽ സർപ്പബലി നടത്താൻ പാമ്പുമേക്കാട്ടുമനക്കാർക്കും അധികാരമുണ്ട്. മണ്ഡലകാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ സർപ്പബലി നടത്തിവരുന്നു. മണ്ഡലകാലത്ത് ചുരുക്കം 3 ദിവസമെങ്കിലും ഇവിടെ കളമെഴുത്തും പാട്ടും നടത്തുന്നു. മറ്റു സർപ്പക്കാവുകളിലെ പുള്ളുവൻ പാട്ട് ഇവിടെ പതിവില്ല. സർപ്പപ്പാട്ടാണ് നടത്തിവരുന്നത്. വാരനാട്ട് കുറുപ്പന്മാരാണ് ഇവിടെ പരമ്പരാഗതമായി സർപ്പപ്പാട്ടും കളമെഴുത്തും നടത്തിവരുന്നത്. സർപ്പക്കാവ് ആവാഹിച്ചു മാറ്റുന്നതിനുള്ള അധികാരം പൂർവികമായി പാമ്പുമേക്കാട്ട് നമ്പൂതിരിമാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പാതിരാക്കുന്ന് മനക്കാരും ചെയ്തു പോരുന്നു. സർപ്പക്കാവ് ആവാഹനം 3 രീതിയിലുണ്ട്. സർപ്പക്കാവ് പൂർണ്ണമായി മാറ്റുക, സർപ്പക്കാവിൻ്റെ വലിപ്പം കുറയ്ക്കുക, ഒന്നിലധികം കാവുകളെ ഒന്നിച്ചു ചേർത്ത് ഒരു കാവാക്കുക. ആവാഹിച്ച കാവുകളെ മനയിലെ തെക്കേ പറമ്പിലാണ് കുടിയിരുത്തുന്നത്. കുടിയിരുത്തിയ ശേഷം പഴയ കാവുകളെ നശിപ്പിക്കാൻ മനക്കാർ അനുവാദം നൽകും. പാമ്പുമേക്കാട്ടിന് പുറമെ സർപ്പ ആരാധനയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം ലഭിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് നാഗർകോവിലും മണ്ണാറശാലയും. ഈ 3 സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സങ്കല്പം ജനങ്ങൾക്കിടയിൽ നിലവിലുണ്ട്. സർപ്പശ്രേഷ്ഠനായ അനന്തൻ ഈ 3 ദിക്കിലുമായി കിടക്കുന്നുവെന്നും അനന്തന്റെ ശിരസ് നാഗർകോവിലിലും മദ്യം മണ്ണാറശാലയിലും പാദം പാമ്പുമേക്കാട്ടുമായി വെച്ചിരിക്കുകയാണെന്നും വിശ്വാസമുണ്ട്. ദക്ഷിണേന്ത്യയിൽ പ്രമുഖ സർപ്പക്ഷേത്രമായ നാഗർകോവിലിലെ പ്രധാന തന്ത്രി പാമ്പുമേക്കാട്ട് മനയിലെ കാരണവരാണ്. ഇന്നും നാഗർകോവിലിലെ ഏത് വിശേഷത്തിനും ഈ മനക്കിലെ കാരണവർ എത്തേണ്ടതുണ്ട്. പാമ്പുമേക്കാട്ടുകാർക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു നാഗ ആരാധന കേന്ദ്രമാണ് മണ്ണാറശാല. സ്ത്രീകളാണ് അവിടെ പൂജാരികൾ എന്നതും മണ്ണാറശാലയും പാമ്പുമേക്കാട്ടും തമ്മിൽ ബന്ധമില്ലെന്ന് തെളിയിക്കുന്നു.